ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് മാസ്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് 15.5 സെൻറ്റിമീറ്ററിൽ നീളത്തിൽ വരച്ചെടുക്കുക. അതിൻ്റെ വീതി വന്നിട്ട് 12 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ മേളിൽ 12 സെൻറ്റിമീറ്ററും നീളം വന്നിട്ട് 15.5 സെൻറ്റിമീറ്ററിലും വരച്ചെടുക്കുക. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ പോലത്തെ ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേളിരുന്ന് ഒരു 5 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഒരു 6 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇനി താഴെ നിന്നും ഒരു 4.5 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തെടുക്കുക. അതിൽ മേളിൽ നിന്ന് താഴോട്ട് ഒരു 7 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് മേളിൽ നിന്ന് സൈഡിലോട്ട് 3.5 സെൻറ്റിമീറ്ററും അവിടുന്ന് താഴേക്ക് 5 സെൻറ്റിമീറ്ററും വരച്ചെടുക്കുക. എന്നിട്ട് അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ വന്നിട്ട് 3 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള അവിടെ നിന്ന് 1 സെൻറ്റിമീറ്ററിൽ നീളത്തിൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ പോയിൻറ്റും 1 സെൻറ്റിമീറ്ററിൻ്റെ പോയിൻറ്റിലോട്ട് ജോയിൻ ചെയ്യുക. അതേപോലെ മേളിൽ നിന്നുള്ള 7 സെൻറ്റിമീറ്ററിൻ്റെ അത് ജോയിൻ ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുക്കാം. അതായത് 5 സെൻറ്റിമീറ്റർ ഇപ്പുറവും 5 സെൻറ്റിമീറ്റർ അപ്പുറവും. എന്നിട്ട് അവിടെ 1 സെൻറ്റിമീറ്ററിൽ നീളത്തിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക. അത് 4 സെൻറ്റിമീറ്റർ ഇപ്പുറവും 4 സെൻറ്റിമീറ്റർ അപ്പുറത്തും. അവിടെ ഒരു 3/4 ഇഞ്ചിൽ മുകളിലോട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. അതിൻ്റെ വീതി വന്നിട്ട് 22 സെൻറ്റിമീറ്ററാണ്. അത്രയുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ പോയിൻ്റ് ഈ പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് കറക്റ്റായിട്ടുണ്ട്. അതേപോലെ മേൽഭാഗത്തും ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ ഇതിന് വേണ്ടിയിട്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ പാത്രത്തിൻ്റെ എഡ്ജ് വെച്ചിട്ട് കർവ് വരച്ചെടുക്കുക. എന്നിട്ട് ഈ വരച്ചേക്കണ ചുറ്റും കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുണിയിൽ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് 2 തുണി വെക്കുക. അതായത് 2 സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ട് 2 വെക്കുക. എന്നിട്ട് അത് പിന്ന് കുത്തിയിട്ട് സ്റ്റിച്ചിങ് എലവൻസ് വിട്ടിട്ടുള്ള കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എല്ലാ സൈഡും കട്ട് ചെയ്തെടുക്കുക. സൂചിയൊക്കെ കുത്തി വെക്കാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുത്തി വെക്കണമെങ്കിൽ എടുക്കാൻ എളുപ്പമുണ്ടാവും. ഇപ്പോൾ ചുറ്റും സൂചിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ചുറ്റും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു കളറിലെ തുണിയും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ നമുക്ക് 2 മാസ്ക് നമുക്ക് തയ്ച്ചെടുക്കാം.
ഇപ്പോൾ 2 കളറിലെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും 2 എണ്ണം വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു സ്പോഞ്ചിൽ പിന്നൂത്തി വെക്കണമെങ്കിൽ എടുക്കാനും വെക്കാനൊക്കെ നമുക്ക് എളുപ്പമുണ്ടാവും. വലിയ ആൾക്കാർക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ചെറിയ കൊച്ചുങ്ങൾക്കാണെങ്കിൽ ആ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ കർവ് വന്ന ഭാഗത്ത് 2 തുണിയുടെയും 2 സ്റ്റിച്ച് വീതം തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം സെക്യൂർ ആയിട്ടിരിക്കും. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് തയ്ച്ചെടുക്കാൻ. നല്ല വശവും കൂടി ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ പുറകുവശത്ത് വേണം തയ്ച്ചെടുക്കാൻ. ഇതേപോലെ തന്നെ ബ്ലാക്ക് കളറുള്ള തുണിയും തയ്ച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കർവിന് ചുറ്റും ഒരു ചെറിയ കട്ട് സ്റ്റിച്ച് തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ നല്ല ഷേപ്പിൽ നിൽക്കും. ഇല്ലെങ്കിൽ അവിടെ തുണി കയറി ഇറങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ 2 തുണിയുടെയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെവിയുടെ അവിടെ വെക്കാനുള്ള എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഒരു 14 സെൻറ്റിമീറ്ററിൽ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. 2 എണ്ണം, ഒരു സൈഡിൽ 14 സെൻറ്റിമീറ്റർ, ഒരു സൈഡിൽ 14 സെൻറ്റിമീറ്റർ. രണ്ട് നല്ല വശത്തായിട്ട് ഒരു മാസ്കിൻ്റെ ഉള്ളിൽ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. 2 അറ്റത്തായിട്ടൊന്ന് കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം സെക്യൂർ ആയിട്ടിരുന്നോളൂ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 മാസ്കിൻ്റെയും നല്ല വശവും കൂടി വെച്ചിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സ്ഥലത്തായിട്ട് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 2 ഇഞ്ച് വീതി വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ബാക്കി ചുറ്റും നമുക്ക് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എലാസ്റ്റിക്കൊക്കെ ഉള്ളിൽ നല്ലോണം കയറ്റി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരു 2 ഇഞ്ചിൽ ഗ്യാപ്പ് ഇടണം. അത് നമുക്ക് തിരിച്ചിടുമ്പോൾ ഉള്ളിൽ കൂടെ എടുക്കാനുള്ളതാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എഡ്ജൊക്കെ എത്താനെടുത്ത് നീഡിൽ ഇറക്കി വെച്ചിട്ട് ഫൂട്ടർ മാത്രം പൊക്കിയിട്ട് വേണം തയ്ച്ചെടുക്കാൻ. അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് തയ്ച്ച് കിട്ടും. ഇത്രയും ഒരു ഗ്യാപ്പ് കിട്ടാൽ മതി. എന്നിട്ട് ഇത് തന്നെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം സെക്യൂരിറ്റി ഇരുന്നോളും. അപ്പോൾ നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കർവിൽ കട്ട് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ചുറ്റും നമുക്ക് ഓരോ കട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരുന്നോളും.
എന്നിട്ട് ആ ചെറിയ ഗ്യാപ്പിൽ കൂടി നമുക്ക് തിരിച്ചെടുക്കാം. എടുക്കാൻ നേരത്ത് നമുക്ക് അവിടെ എലാസ്റ്റിക് വെച്ചേക്കണോണ്ട് എലാസ്റ്റിക്കുമ്പോൾ പിടിച്ച് വലിക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാവുന്നതാണ്. അതുപോലെ മറ്റേ എൻഡും അതേപോലെ എലാസ്റ്റിക് പിടിച്ച് തിരിച്ചെടുക്കുക. ആ കോർണർ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോല് വെച്ചിട്ട് ആ എഡ്ജ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല കുറുത്ത് ഷേപ്പായിട്ട് കിട്ടും. 4 കോർണറും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പും കൂടി വിട്ടേക്കുന്നത് കറക്റ്റ് ഉള്ളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് 2 വശത്തും ഇടാവുന്നതാണ്. ഒറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ നമുക്ക് അതുകൊണ്ട് 2 മാസ്ക് തയ്ച്ചെടുക്കാം.